ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പാലക്കാട് ലുലു മാളിൻ്റെ അടുത്തൊരു നല്ലൊരു പ്രോപ്പർട്ടി ആയിട്ടാണ് കേട്ടോ. ഒരു കൊമേഴ്ഷ്യൽ കം ഹൗസിംഗ് പ്ലോട്ട്. ഈ കാണുന്ന ലുലു മാളിൽ നിന്ന് യാക്കരയ്ക്ക് പോകുന്ന റൂട്ടിൽ ഏകദേശം 800 മീറ്റർ മാത്രം ഡിസ്റ്റൻസിൽ, ലുലു മാളിൻ്റെ അവിടെ നിന്ന് വെറും 800 മീറ്റർ മാത്രം ഡിസ്റ്റൻസിലാണ് നമ്മുടെ പ്രോപ്പർട്ടി വന്നിരിക്കുന്നത്. റോഡ് സൈഡിൽ തന്നെ ഇത് കാണുന്നില്ലേ, ഈ ഒരു ഏരിയയിൽ ജസ്റ്റ് ഈ റോഡിനോട് ചേർന്നിട്ട് ബസ് പോകുന്നുണ്ടല്ലേ, ഒന്നിന് പുറകെ ഓരോ ബസ്സായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ബസ് റൂട്ടാണ് ഈ കാണുന്നത്. ബസ് റൂട്ട് ഫ്രണ്ടേജോട് കൂടിയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ്. ഈ ഒരു മതിൽ കാണുന്നതാണല്ലേ, സ്ലാബ് മതിൽ, ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടി കേട്ടോ. സോ ഇതിൻ്റെ ഈ ഒരു എൻഡിൽ നിന്ന് തുടങ്ങി അങ്ങ് ലാസ്റ്റ് വരയ്ക്ക് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നുണ്ട്. ബസ് റൂട്ട് ഫ്രണ്ടേജും കിട്ടുന്നുണ്ട്, ഒരു സൈഡിൽ നമുക്ക് ഒരു 5 മീറ്റർ റോഡും കിട്ടുന്നുണ്ട് കേട്ടോ. നമുക്ക് നല്ലൊരു കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് കെട്ടാം. അതുപോലെ തന്നെ ഡോക്ടേഴ്സിനൊക്കെ അവരുടെ ക്ലിനിക് കണക്ട് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഏരിയയാണ്. നല്ലൊരു വീട് കെട്ടാൻ പറ്റുന്ന ഏരിയ, എല്ലാത്തിനും അനുയോജ്യമായിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ്. പക്ഷെ ഇതിനകത്ത് നമുക്ക് 6 സെൻറ്റ് ടു 6.5 സെൻറ്റിനകത്താണ് നമുക്ക് ബിൽഡിംഗ് പെർമിഷൻ കിട്ടത്തുള്ളൂ. ബാക്കി ഒരു 3.5 to 4 സെൻറ്റിൽ നമുക്ക് പെർമിഷൻ കിട്ടില്ല. അതെന്താ കാര്യം നമുക്ക് ലാസ്റ്റ് പറയാം. നമുക്ക് ഇതിൻ്റെ റോഡ് ഫ്രണ്ടേജ് നോക്കുമ്പോൾ ബസ് റൂട്ടിൻ്റെ സൈഡ് നമുക്ക് 23.76 മീറ്റർ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ 5 മീറ്റർ വൈഡുള്ള ഈ സ്ഥലത്ത് വന്നിട്ട് 16.41 മീറ്ററും നമുക്ക് ഫ്രണ്ടേജ് കിട്ടുന്നുണ്ട്. കണ്ടില്ലേ, ചുറ്റും കോമ്പൗണ്ട് വാളുണ്ട്, ഗേറ്റ് ഉണ്ട്, അതുപോലെ തന്നെ ഉള്ളിലൊരു കിണറും ഉണ്ട് കേട്ടോ. ഇതാണ് ചുറ്റുള്ള നല്ല സ്ക്വയർ ആയിട്ടുള്ള നല്ലൊരു പ്രോപ്പർട്ടി തന്നെയാണ്. കൊമേഴ്ഷ്യലായിട്ടോ ഹൗസിംഗ് പ്ലോട്ടായിട്ടോ എങ്ങനെ വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പ്രോപ്പർട്ടി. ഈ ഒരു പ്രോപ്പർട്ടി നമ്മൾ KSRTC ബസ് സ്റ്റാൻഡിൽ നിന്ന് വെറും 4 കിലോമീറ്റർ മാത്രം ദൂരമുള്ളൂ. ലുലു മാളിൽ നമ്മൾ ഫസ്റ്റ് പറഞ്ഞ പോലെ 800 മീറ്റർ മാത്രം ദൂരമേ ഉള്ളൂ. അല്ല, ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചുറ്റും വന്നിട്ട് കോമ്പൗണ്ട് വാളുണ്ട്. ഈ ഒരു ലാസ്റ്റ് ഭാഗത്തായിട്ട് നമുക്കൊരു കിണറും കാണാം. ഇത് നിലം കൺവേർട്ട് ചെയ്ത ഭൂമിയാണ്. നിലത്തിന് കൺവേർട്ട് ചെയ്ത് Form 5ഉം Form 6ഉം കംപ്ലീറ്റ് ചെയ്ത് നമുക്ക് ബിൽഡിംഗ് പെർമിറ്റ് കിട്ടുന്നൊരു ഭൂമി തന്നെയാണ് കേട്ടോ. കംപ്ലീറ്റ് ആയിട്ട് പറമ്പ് എന്നുള്ള കാറ്റഗറിയിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ പേപ്പറും നമുക്ക് ചെക്ക് ചെയ്തിട്ട് മാത്രം നമുക്കിത് പ്രോപ്പർട്ടി മേടിച്ചാൽ മതി. അപ്പോൾ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് എല്ലാ പേപ്പേഴ്സും പക്കയാണ്. സിംഗിൾ ഓണറിൻ്റെ കയ്യിലാണ് പ്രോപ്പർട്ടി ഉള്ളത്. ഇതാണ് ഇപ്പോൾ ചുറ്റും കോമ്പൗണ്ട് വാളോടുള്ള പ്രോപ്പർട്ടി. ഇനി ഇതിനകത്ത് ഞാൻ ഫസ്റ്റ് പറഞ്ഞിരുന്നു, നിങ്ങൾക്ക് കോൺടാക്ട് നമ്പറിൽ കണക്ട് ചെയ്യാം. അതുപോലെ തന്നെ പരസ്യത്തിന് വേണ്ടിയിട്ട് നമുക്ക് വേറെ നമ്പർ കൊടുത്തു, 2 നമ്പറിൽ നിങ്ങൾക്ക് ഏതിൽ വേണമെങ്കിൽ കണക്ട് ചെയ്തിട്ട് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടെങ്കിൽ 6 to 6.5 സെൻറ്റിലാണ് നമുക്ക് ബിൽഡിംഗ് പെർമിറ്റ് കിട്ടുള്ളൂ എന്ന്. അതിന് മെയിൻ റീസൺ ഈ ലാസ്റ്റ് പോർഷനിൽ, ഇതിൻ്റെ ഈ ലാസ്റ്റ് പോർഷനിൽ ഇപ്പോൾ മേലെ നോക്കി അറിയാം, കാണിച്ചു തരാം കേട്ടോ. ടോപ്പിക്ക് നോക്കി അറിയാം, പവർ ലൈൻ പോകുന്നുണ്ട്, കണ്ടില്ലേ, പവർ ലൈൻ പോകുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു പോർഷനിൽ ഏകദേശം ഒരു 3.5 to 4 സെൻറ്റിൽ നമുക്കിവിടെ ബിൽഡിംഗ് കെട്ടാനുള്ള പെർമിഷൻ കിട്ടത്തില്ല. ഓക്കെ, ബാക്കി 6 to 6.5 സെൻറ്റിൽ മാത്രമാണ് നമുക്ക് ബിൽഡിംഗ് പെർമിഷൻ കിട്ടത്തുള്ളൂ. അതുപോലെ തന്നെ ഇതിൻ്റെ ഓണർ ഇതിന് ചോദിച്ചിരിക്കുന്ന പ്രൈസും അത്ര തന്നെ ഉള്ളൂ. ഇവിടെയൊക്കെ നമുക്ക് 10-ന് മേലെ റേറ്റ് പറയുന്നുണ്ട്. ഇവിടെ അവർ ചോദിച്ചിരിക്കുന്നതും 7.5 ലക്ഷം രൂപ പെർ സെൻറ്റിനെ ചോദിച്ചിട്ടുള്ളൂ. അതും നെഗോഷ്യബിൾ ആണ്. നമുക്ക് ലുലു മാളിൻ്റെ ആ ഒരു ജംഗ്ഷൻ, അവിടെ ഒരു ഹൈവേക്ക് അടിയിലൂടെ വരുന്ന അണ്ടർ പാസേജിലൂടെ നമുക്കൊരു 800 മീറ്റർ, ലുലു മാളിൻ്റെ അവിടെ നിന്ന് 800 മീറ്റർ വന്നാൽ ബസ് റൂട്ട് ഫ്രണ്ടേജ് ഓടിയിട്ട് ഏകദേശം 23.76 മീറ്റർ ഫ്രണ്ടേജ് കിട്ടുന്ന രീതിയിലാണ് ഈ പ്രോപ്പർട്ടി ഉള്ളത്. അതിൽ കുറച്ച് മാത്രമേ പോർഷൻ പോകുന്നുള്ളൂ. ഇവർ കൊടുത്തിരിക്കുന്ന പ്രൈസും ചെറിയൊരു പ്രൈസ് തന്നെയാണ്. അതും ചെറിയ രീതിയിൽ അവർ നെഗോസിയേഷൻ ചെയ്ത് തരാമെന്നും പറയുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഫ്രണ്ടേജ് നമുക്ക് കിട്ടുന്ന ഏരിയ. അപ്പോൾ താല്പര്യമുള്ളവർ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ട കൂടുതൽ വിവരങ്ങൾ നമ്മൾ തരുന്നുണ്ടാവും. ഇപ്പോൾ ഈ ഒരു ലൊക്കേഷൻ നമ്മൾ തങ്കം ഹോസ്പിറ്റലിൽ നോക്കുകയാണെങ്കിൽ ഒരു 3 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട്. മെഡിക്കൽ കോളേജിലേക്കും അതേപോലെ 3 കിലോമീറ്ററിൻ്റെ അടുത്ത് ഡിസ്റ്റൻസ് ഉണ്ട്. പാലാന ഹോസ്പിറ്റൽ നോക്കുകയാണെങ്കിൽ നമുക്ക് വെറും 1.5 കിലോമീറ്റർ മാത്രം ഡിസ്റ്റൻസ് ഈ ഒരു പ്രോപ്പർട്ടിയിൽ നിന്നുള്ളൂ. ലുലു മോൾ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ 800 മീറ്റർ ഡിസ്റ്റൻസിൽ നമുക്ക് ലുലു മോൾ വരുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, ഈ ഒരു പ്രോപ്പർട്ടിക്ക് ഇവർ പറഞ്ഞ പ്രൈസ് നെഗോഷ്യബിളുമാണ്. ഇത് കണ്ടില്ലേ, ടവർ ലൈൻ പോകുന്നത് നമുക്ക് ലൈനിൽ കറക്റ്റായിട്ട് സൈഡിൽ കാണാൻ പറ്റും. നമുക്കറിയാം ആ ലാൻഡിൻ്റെ ചെറിയൊരു പോർഷനിൽ മാത്രമാണ് ചെറിയൊരു പോർഷനിൽ മാത്രമാണ് ഈ ലൈൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഡിസ്റ്റൻസ് നിങ്ങൾക്ക് ഇതിന് കംപ്ലീറ്റ് ഡോക്യുമെൻ്റ് എടുത്ത് ചെക്ക് ചെയ്ത് KSEBയിലും അന്വേഷിച്ചതിന് ശേഷം മാത്രം ഈ പ്രോപ്പർട്ടി നിങ്ങൾ അഡ്വാൻസ് ചെയ്താൽ മതി. ടോക്കൺ കൊടുത്ത് നിങ്ങൾ ഡോക്യുമെൻ്റ് എടുത്തോളൂ, ചെക്ക് ചെയ്തോളൂ. അതിനുശേഷം
നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ മാത്രം ഈ പ്രോപ്പർട്ടി എടുത്താൽ മതി. ഓണറുമായിട്ട് ഡിസ്കസ് ചെയ്യാം, കാര്യങ്ങൾ ക്ലിയർ ചെയ്യാം. ഓക്കെ ഫ്രണ്ട്സ്, ഇപ്പോൾ ലാസ്റ്റ് ഇതാണ് അതിൻ്റെ പ്ലാന്, ഡീറ്റെയിൽസ്, കാര്യങ്ങളെല്ലാം എത്രയുണ്ട്, സൈറ്റ് പ്ലാൻ എല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ട കൂടുതൽ വിവരങ്ങൾ നമ്മൾ കറക്റ്റായിട്ട് തരുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും പ്രോപ്പർട്ടീസ് വിൽക്കാനുണ്ടെങ്കിലും നമ്മളായിട്ട് കോൺടാക്ട് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ അടുത്തൊരു സൂപ്പർ വീഡിയോ ആയിട്ട് കാണുന്നവരിക്കും എല്ലാവർക്കും ടേക്ക് കെയർ, ബൈ ആൻഡ് ലവ് യു.